സൂംബ ഡാൻസിനെ താങ്കൾ സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെ താങ്കൾ അനുകൂലിക്കുമോ, എതിർക്കുമോ? അല്ല, ഈ വിഷയത്തിൽ ഇപ്പം നമ്മളിതൊരു ചർച്ചയ്ക്ക് തന്നെ എടുത്തത്, ഇതിൽ കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് മത സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു അഭിപ്രായം വന്നതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് പോലും പ്രസക്തി ഉണ്ടായത്. എനിക്കിതിൽ പറയാനുള്ള കാര്യം, നേരത്തെയും നമ്മൾ പിന്നെ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പം ആളുകളുടെ കൺസേൺസ്, അതായത് സ്കൂളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുമ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കാതെ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള സർക്കുലറുകൾ ഭയങ്കര സമൂഹത്തിൻ്റെ ഇടയിൽ ഇത്തിരി പിന്നെ പ്രതിഷേധത്തിനൊക്കെ കാരണമാകുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതുതന്നെയാണ് ഇപ്പോൾ സൂംബ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, കേരളത്തിലെ ആളുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊരു പ്രത്യേക താല്പര്യത്തിൻ്റെ പുറത്ത് നടത്തേണ്ട കാര്യമല്ല. അത് കൃത്യമായിട്ടും സിലബസിൽ ഉൾപ്പെടുത്താനും അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ നടത്തി വരേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പം പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ എതിർക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള സൂംബ ഫിറ്റ്നസ് ട്രെയിനിങ്ങുകളെ കുറിച്ച് ഗവൺമെൻറ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ലഹരി വിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിൽ രണ്ട് അഭിപ്രായമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും അത്തരത്തിൽ അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പരിപാടികൾ, അതിൻ്റെ ആവിഷ്കരണങ്ങൾ, അത് ഏത് രൂപത്തിൽ ക്യാമ്പസിലെ കുട്ടികളോട് സ്കൂളിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ PTA ഓർഗനൈസേഷൻ, അവിടെയുള്ള മറ്റുള്ള ആളുകൾ, ഇവരെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായമൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്. അതങ്ങനെയല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പുനഃപരിശോധന നടത്തണം എന്നുള്ള ഒരു കൺസേണിലേക്ക് മാറേണ്ടി വരുന്നത്. അല്ല, അതൊരു വളരെ ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയ പോലെ തോന്നുന്നു അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ. കാരണം സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നതിന് അവർ പറയുന്ന ഒരു കാരണം, അത് ഈ അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്നൊരു സംസ്കാരം പഠിപ്പിക്കുന്നു എന്നതാണ്. സൂംബ എന്ന ഈ നൃത്ത സംഗീത വ്യായാമ മുറയോടും അത് പിന്തുടരുന്നവരെയും അവഹേളിക്കുന്നതിന് സമമാണല്ലോ ഈ നിലയിലുള്ള ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിനോട് ശ്രീമതി ഫാത്തിമ തെഹ്ലിയ യോജിക്കുമോ? അല്ല, എനിക്ക് അതിനൊരു അവഹേളിക്കുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ട്രെയിനിങ്ങുകൾ ഒക്കെ പിന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സൂംബ എന്ന് പറയുമ്പം അതൊരു എൻ്റർടൈൻമെൻറ്റ് കം പിന്നെ ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. അപ്പം അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്, ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും അവഹേളിക്കുന്ന ഒരു കാര്യമായിട്ട് പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, ആ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ളത്, സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നു, ആ സ്കൂളിൽ ഗവൺമെൻറ് അവരുടെ സർക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നടപടി, ഒരു പിന്നെ ഞങ്ങൾ നാളെ മുതൽ ഇത്തരത്തിലുള്ള സൂംബ ട്രെയിനിങ്ങുകളിലേക്ക് കടക്കുകയാണ് എന്ന് പറയുമ്പം അവരുടെ രക്ഷിതാക്കൾ, ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അതിൽ കൺസേൺ ഉണ്ടാവും. പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വലി തങ്ങളുടെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് എതിർപ്പുണ്ടാകും. അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ നടക്കുന്നു, അതിൽ ഇടകലരലുകൾ ഉണ്ട്, അല്ലെങ്കിൽ അല്പവസ്ത്രധാരണമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ആശങ്കയാണ് ഇവർ പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിനെ ആശങ്കയായിട്ട് കാണുക. സർക്കാർ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പദ്ധതിയായിട്ടാണ് യഥാർത്ഥത്തിൽ ലഹരിക്കെതിരെയുള്ള പദ്ധതിയൊക്കെ നടപ്പിലാക്കേണ്ടത്. ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്താ? ആളുകളോട് പിന്നെ യാതൊരു പിന്നെ സമീപനമോ അല്ലെങ്കിൽ അഭിപ്രായമോ സ്വീകരിക്കാതെ ഒരു പദ്ധതി കൊണ്ടുവരുന്നു, എന്നിട്ട് അത് ലഹരിക്കെതിരെയാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുഡ് മോട്ടീവ് ഇല്ല, ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് പോലും പിന്നെ നല്ല രൂപത്തിലേക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരികയല്ലേ ചെയ്യുന്നത്. അല്ല, അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ, ഞാൻ അതിലൊരു സംശയം ചോദിക്കട്ടെ. എല്ലാവരും അംഗീകരിച്ച ഏത് പദ്ധതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? അല്ല, ഒരുപാട് പദ്ധതികൾ. നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നാട്ടിൽ നല്ല സിറ്റിസൺസ് ഉണ്ടാവുക, പൗരന്മാരുണ്ടാവുക, നല്ല ആളുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണല്ലോ. അപ്പം അതായത് ഒരു ഒറ്റ മിനിറ്റ്, അതായത് അതിൽ ഇന്റൻഷനാണ് പ്രധാനം എന്നാണ് അഡ്വക്കേറ്റ് ഫാത്തിമ തെഹ്ലിയ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇന്റൻഷൻ, ഇഫ് ദാറ്റ് ഈസ് ഫോർ എ ഗുഡ് ഇന്റൻഷൻ, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ പൊതുവായ കാര്യങ്ങളിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും അതിനോട് ചേർന്ന് നിൽക്കും. ഇവിടെ ഈ വ്യായാമ മുറ അവതരിപ്പിക്കുമ്പോൾ സർക്കാർ പറഞ്ഞൊരു ഇൻറ്റൻഷൻ, സർക്കാർ പറഞ്ഞൊരു കാരണമുണ്ട്. അത് ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും മാനസിക സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിലേക്ക് വഴിതെറ്റിപ്പോകുന്നത്. അവരെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ, അവരെ അത്തരം സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറ്റാൻ സ്കൂൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുൻപ്
ഇടവേളകളിൽ ഈ സമ്മർദ്ദം ഒഴിവാക്കാൻ സൂംബ ഡാൻസ് അവരെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിൽ അല്പവസ്ത്രത്തിൻ്റെ പ്രശ്നമില്ല, കാരണം അത് യൂണിഫോമിലാണ് കുട്ടികൾ ഉണ്ടാവുക. ശരി, ഇനി ഡോക്ടർ അബ്ദുള്ള ബാസി പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാവരിൽ നിന്നും എല്ലാവരുടെയും ഒരു അഭിപ്രായം സ്വീകരിച്ചില്ല, ഒരു കൺസെൻറ്റ് എടുത്തിട്ടില്ല, ഇതൊരു അടിച്ചേൽപ്പിക്കൽ സ്വഭാവമുണ്ടെന്ന്. അത് ശരിയാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അപ്പോഴും ഈ സൂംബയെ തള്ളിപ്പറയുന്നതിനുള്ള കാരണങ്ങൾ വിചിത്രമായി തോന്നുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം, അഡ്വക്കേറ്റ് ഫാത്തിമ തെഹലിയ. ഇല്ല, ഇതിൽ ഗോപികൃഷ്ണൻ നമ്മൾ ആരും സൂംബയെ തള്ളിക്കളയുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇവിടെ എല്ലാവർക്കും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പറ്റും. ഇവിടെ നമ്മൾ ഈ സൂംബ എന്ന് പറയുന്നതിനെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ അതിനെ അവഹേളിച്ചു എന്നൊന്നും കാണേണ്ട കാര്യമില്ല. ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുക. സർക്കാരിന് ആളുകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടത്താൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, പ്രശ്നമല്ല, ഒരു കൺസേൺ, അതായത് ലഹരിക്കെതിരെ ആളുകൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. ആ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളിലേക്ക് നടക്കുന്നു. ഓക്കെ, കറക്റ്റ്. അതിൽ സ്ട്രെസ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ലഹരിയുടെ പിന്നിലുള്ളത് എന്ന് എവിടെയെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ? ഈ സ്ട്രെസ്സ് മാത്രമല്ല, ക്യാമ്പസിലേക്ക്, സ്കൂളിലേക്കുള്ള കുട്ടികളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് പോയാൽ സ്ട്രെസ്സ് മാത്രമല്ല, ഇവിടെ ഒരുപാട് മറ്റ് കൺസേൺസ് ഉണ്ട്. ആ കൺസേണിനെ ഒക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ഒരു ഭാഗം ഇതിനൊരു കൺസേൺ ആയി കണ്ടാൽ മതി എന്ന് ശ്രീമതി ഫാത്തിമ തെഹലിയ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഭാഗം പറയാം. 1990 സൂംബ ഡാൻസ് എന്ന രീതി വരുന്നതും 2001 ഇത് വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ഇത് വ്യാപകമാവുന്നതും. ഇതിന് ശേഷമാണ് ലോകത്ത് രാസലഹരിയും വ്യാപകമായതെന്ന കാര്യവും നാം ചേർത്ത് ചിന്തിക്കണം. ലോകത്തെവിടെയും ലഹരിയിലേക്ക് പോകാതിരിക്കാൻ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ല. വിദ്യാലയങ്ങളിലും മറ്റും ശാന്തമായി നടന്നിരുന്ന പല ആഘോഷ പരിപാടികളും ആൺ പെൺ കൂടിക്കലരലുകളും പരിസരം മറന്ന് തിമിർത്താടാനുള്ള ഇടങ്ങളുമായി മാറുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്സും കണ്ട് വിവാഹാഘോഷങ്ങൾ, സെൻഡ് ഓഫുകൾ, ടൂറുകൾ, വാർഷികങ്ങൾ തുടങ്ങി എല്ലാ പരിപാടികളിലും ഇത്തരത്തിൽ കാതടപ്പിക്കുന്ന സംഗീതത്തോടൊപ്പമുള്ള ഡാൻസിനെയും ഉൾച്ചേർക്കുന്ന പ്രവണതയും പുതുതലമുറയിൽ കാണാം. പലപ്പോഴും ഇവയെല്ലാം ഒടുവിൽ എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ DJ പാർട്ടികൾ ലഹരിയുടെ പ്രാഥമിക സ്രോതസ്സുകളായി മാറുന്നതിനിടയിലാണ് ഇത്തരം വിചിത്രമായ പ്രതിരോധ മാർഗങ്ങളുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. ഇതാണ് പ്രശ്നം. ഇതാണോ പ്രശ്നം? അല്ല, ഗോപികൃഷ്ണൻ പറഞ്ഞത് നമ്മളിപ്പോൾ താരതമ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? സൂംബ ഡാൻസും അതുപോലെ ലഹരിയുടെ ഉപയോഗവും മാത്രമാണ് നമ്മളിപ്പോൾ കൺസേൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതേപോലെ വേറെയും മാർഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. സൂംബ ഡാൻസ് മാത്രമല്ല പരിഹാരം എന്ന് വെച്ച് ഞാൻ വീണ്ടും പറയുന്നു, സൂംബയ്ക്ക് എതിരല്ല, അല്ലെങ്കിൽ സൂംബ പോലെയുള്ള ആളുകൾ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിത റുട്ടീൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ആളുകളെ ഒന്നും തള്ളിക്കളയുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ രീതി ഫോളോ ചെയ്യാം. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ ആളുകൾ കൺസേൺ മുന്നോട്ട് വെക്കുമ്പം, അതായത് മതപരമായിട്ട് തങ്ങളുടെ ചിന്തകൾക്ക് എതിരാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മക്കൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ട എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി, ആ ഭാഗം എനിക്ക് മനസ്സിലായി. അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി, അതായത് അതിൽ തീരുമാനമെടുക്കാനും അതിൽ അവർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഭാഗമാകാനോ മാറി നിൽക്കാനോ ഉള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്ന തരത്തിലായിരിക്കണം ഇത് നടപ്പാക്കാൻ. അതാണല്ലോ അല്ലേ ഫാത്തിമ തെഹലിയ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ ഒരു അടിച്ചേൽപ്പിക്കൽ രീതി നമ്മൾ കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള സർക്കാർ, കേന്ദ്രത്തിലുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത് അതേ രൂപത്തിൽ അവരുടെ എന്താ പറയുക ഈ ജനങ്ങളോടുള്ള ഇടപെടലുകൾ നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിപ്പോവുകയാണ്. ഇതിന് മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുമായിട്ട്, പാഠ്യപദ്ധതി പരിഷ്കരണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം കേട്ടിട്ട് അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. അല്ലല്ല, അത് ശരിയാണ് ഫാത്തിമ തെഹലിയ. അത് സൂംബയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യങ്ങളിലും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിശ്വാസത്തിലെടുക്കുകയും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നടപ്പാക്കണം. ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ അതിലൊരു രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ വളരെ മെറ്റിക്കുലസ് ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് സൂംബയ്ക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, അതാണ് ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കി.